കഴിഞ്ഞ വർഷം എല്ലാവരെയും വേദനിപ്പിച്ച ഒരു വാർത്തയായിരുന്നു നടനും മിമിക്രി കലാകാരനും ഗായകനുമെല്ലാമായ കലാഭവൻ നവാസിന്റെ അപ്രതീക്ഷിത വേർപാട്. സിനിമാ ഷൂട്ടിങ്ങിനായി ചോറ്റാനിക്കരയിലെത്തിയ നവാസിനെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പ്രകമ്പനം സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയാണ് താരം അന്ന് അവിടെ എത്തിയത്. ഹൃദയാഘാതം മൂലമാണ് മരണം സംഭവിച്ചത്. 50കളോട് അടുക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ നടൻ. അതിനാൽ തന്നെ പെട്ടെന്നുള്ള മരണം കുടുംബത്തിന് മാത്രമല്ല സിനിമാ പ്രേമികൾക്കും തീരാ വേദനയായി. നവാസിന്റെ വേർപാട് ഏറ്റവും കൂടുതൽ ഉലച്ചത് ഭാര്യയായ രഹ്നയെ തന്നെയാണ്. നവാസിന്റെ മരണവാർത്ത അറിഞ്ഞപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ആദ്യം തെളിഞ്ഞു വന്ന മുഖവും രഹ്നയുടേതായിരുന്നു. നവാസിന്റെ സാന്നിധ്യം ഇനി ഉണ്ടാവില്ലെന്ന് ഉൾക്കൊള്ളാൻ കഴിയുമോ, വേദന താങ്ങാൻ കരുത്തുണ്ടാകുമോ എന്നുള്ള 100 ചോദ്യങ്ങൾ രഹ്ന നവാസ് ദാമ്പത്യ ജീവിതം അടുത്തറിയുന്നവരുടെ എല്ലാം മനസ്സിൽ ഉയർന്നു വന്നിരുന്നു. ഭർത്താവിന്റെ വേർപാട് ഉൾക്കൊള്ളാൻ രഹ്നയ്ക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. മക്കളാണ് ഏക ആശ്വാസം. നഹറിൻ, റിദ്വാൻ, റിഹാൻ എന്നിങ്ങനെ 3 മക്കളാണ് ഇരുവർക്കുമുള്ളത്. നവാസ് മരിച്ച ശേഷം രഹ്ന പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടാറേയില്ല. ആകെ വന്നത് നവാസ് അവസാനമായി അഭിനയിച്ച പ്രകമ്പനം സിനിമ കാണാൻ വേണ്ടി മാത്രമാണ്. സിനിമ കണ്ട് പുറത്തിറങ്ങിയ രഹ്ന പ്രിയതമന്റെ സ്ക്രീനിലെ സാന്നിധ്യം കണ്ട് മക്കളെ കെട്ടിപ്പിടിച്ച് വിതുമ്പി കരയുകയായിരുന്നു. രഹ്ന കരയുന്ന ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്താൻ ശ്രമിച്ച യൂട്യൂബേഴ്സിന്റെ ഔചിത്യമില്ലാത്ത പെരുമാറ്റത്തെക്കുറിച്ച് ശക്തമായ പ്രതിഷേധം അന്ന് ഉയർന്നിരുന്നു. വിവാഹത്തോടെ അഭിനയത്തിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്ന വർഷങ്ങൾക്കുപ്പുറം ഇഴ എന്ന സിനിമയിലൂടെ നവാസിന്റെ തന്നെ നായികയായി തിരിച്ചെത്തിയിരുന്നു. ഇരുവരും ഈ സിനിമയുടെ പ്രമോഷനായി കപ്പിളായി എത്തിയ അഭിമുഖങ്ങൾ വൈറലായിരുന്നു. ഇപ്പോഴിതാ രഹ്നയുടെ പുതിയ തീരുമാനം നവാസിനെ സ്നേഹിക്കുന്നവർക്കെല്ലാം സന്തോഷം പകരുകയാണ്. വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടി ഇരിക്കാതെ ഓർമ്മകളിൽ നിന്ന് കരകയറി മക്കളുടെ സന്തോഷത്തിന് വേണ്ടി ജീവിക്കാൻ രഹ്ന തീരുമാനിച്ചെന്ന് സൂചിപ്പിക്കുന്നതാണ് നടി പങ്കിട്ട പുതിയ പോസ്റ്റ്. ഹാൻഡ് എംബ്രോയിഡറിയിൽ പ്രാവീണ്യമുള്ള രഹ്ന അത് പഠിക്കാൻ താൽപ്പര്യമുള്ളവർക്ക് പരിശീലനം നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. രഹ്ന ഡിസൈൻസ് എന്ന പേരിലാണ് ക്ലാസ്. 10 ദിവസത്തെ പരിശീലനമാണ്. ആലുവ ചൂണ്ടിയിലാണ് ക്ലാസ് നടക്കുക. 14 വയസ്സിന് മുകളിലേക്ക് പ്രായമുള്ളവർക്കാണ് പരിശീലനം നൽകുക. താൽപ്പര്യമുള്ളവർക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായി വിശദവിവരങ്ങൾ അറിയാൻ കോൺടാക്ട് നമ്പറും മറ്റും വിവരങ്ങളും അടങ്ങിയ പോസ്റ്ററും രഹ്ന പങ്കുവച്ചിട്ടുണ്ട്. നടിയുടെ പുത്തൻ തുടക്കത്തിന് ആശംസകൾ നേർന്നാണ് കമന്റുകൾ ഏറെയും. നവാസിന്റെ ഓർമ്മകളുമായി വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടിയിരിക്കുന്നതിനേക്കാൾ ഇത്തരം കാര്യങ്ങളിലേക്ക് മനസ്സ് വ്യതിചലിപ്പിച്ചാൽ സങ്കടങ്ങൾക്ക് കുറവ് വരുമെന്നും കമന്റുകളുണ്ട്. എപ്പോഴും കുസൃതിയും ചിരിയും കലപിലയുള്ള സംസാരവുമായി മാത്രമേ രഹ്ന പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളൂ. അങ്ങനെയൊരാൾ പെട്ടെന്ന് മൂകയായത് പ്രേക്ഷകരെയും വേദനിപ്പിച്ചിരുന്നു. നവാസിക്കയില്ലാതെ ജീവിക്കാനാവില്ലെന്ന് പലവട്ടം പറഞ്ഞിട്ടുള്ള രഹ്നയുടെ ലോകം നവാസ് മാത്രമായിരുന്നു. പകൽ സമയത്ത് ഉറങ്ങാൻ പോലും സമ്മതിക്കാതെ തന്നോട് സംസാരിച്ചിരിക്കണമെന്ന് വാശി പിടിക്കുന്ന ഭാര്യയെക്കുറിച്ച് നവാസ് തന്നെ പലപ്പോഴായി പറഞ്ഞിട്ടുമുണ്ട്. രഹ്നയുടെ പുതിയ തുടക്കത്തിന് കൈയടിക്കുന്ന സോഷ്യൽ മീഡിയ രേണു സുധിയെ വിമർശിക്കുന്നുമുണ്ട്. വിവാദങ്ങളെല്ലാം ഒഴിവാക്കി രഹ്നയെപ്പോലെ നല്ല തൊഴിൽ കണ്ടെത്തി മക്കളെ സംരക്ഷിക്കുന്നു എന്ന തരത്തിലാണ് വിമർശനം.